ജ്യോതിഷ പങ്ക്തിയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ഇന്ന് വിചിന്തനം ചെയ്യുന്നത് 2025 ഏപ്രിൽ മാസ ഫലമാണ്. ഏപ്രിൽ മാസത്തിൽ കർക്കിടകം രാശിക്കാരായിരിക്കുന്ന പുണർത്തിന്റെ 4-ാം പാദവും പൂയവും ആയില്യവും അടങ്ങുന്ന നക്ഷത്രക്കാരുടെ ഫലമാണ് പറയുന്നത്. ഈ നക്ഷത്രക്കാരെ സംബന്ധിക്കുന്നിടത്തോളം ഏപ്രിൽ മാസത്തിൽ വളരെയധികം പ്രത്യേകതകളുള്ള ഒരു മാസമാണ്. അതായത് സർവേശ്വരകാരകനായിരിക്കുന്ന വ്യാഴം 11-ാം ഭാവത്തിൽ പൂർണ്ണ ബലവാനായിട്ട് നിൽക്കുന്നു. സർവ ഐശ്വര്യങ്ങളും ചൊരിഞ്ഞുകൊണ്ടാണ് നിൽക്കുന്നത്. അതുപോലെ തന്നെ മറ്റൊരു പ്രധാന കാര്യം, 11-ാം ഭാവാധിപൻ കൂടിയായ ശുക്രൻ അത് 9-ാം ഭാവാധിപനായിരിക്കുന്ന വ്യാഴവുമായിട്ട് പരിവർത്തന മഹായോഗം പ്രദാനം ചെയ്യുന്നു. കൂടാതെ ചന്ദ്രൻ ആ വ്യാഴത്തിനോട് യോഗം ചെയ്തു ഒക്കെ വരുമ്പോൾ, ഇഷ്ടഭാവങ്ങളിലൂടെ സഞ്ചരിക്കുമ്പോഴൊക്കെ പ്രത്യേകം രാജയോഗങ്ങളൊക്കെ കൊണ്ടുതാൻ ശനിദോഷങ്ങളോ മറ്റ് അധിക ദോഷങ്ങളൊന്നും സൂചകമല്ല. ആരോഗ്യം പൊതുവെ തൃപ്തികരമായിരിക്കും. പ്രത്യേകിച്ച് പറയേണ്ട കാര്യം, ഞരമ്പ് സംബന്ധമായിട്ടോ ഒക്കെ ഏതെങ്കിലും തരത്തിൽ ശരീരത്തിന്റെ ഏതെങ്കിലും ഭാഗങ്ങളിൽ ഞരമ്പ് സംബന്ധമായ അസുഖങ്ങൾ ഉള്ളവർക്ക് അത് കുറയുന്നതിനും വിട്ടുമാറുന്നതിനും ഒക്കെ ഈ മാസം യോഗമുണ്ട്. പ്രത്യേകിച്ച് കഫ സംബന്ധമായിട്ടോ ഉദര സംബന്ധമായിട്ടോ ഒക്കെ അസുഖങ്ങൾ ഉള്ളവർ അതൊക്കെ മാറി ആരോഗ്യത്തോടുകൂടി പൂർണ്ണമായ ആരോഗ്യം തിരിച്ചു പിടിക്കുവാൻ സാധിക്കുന്ന ഒരു മാസവും കൂടിയാണ്. വാക്കുകൊണ്ടും പ്രവൃത്തി കൊണ്ടും വളരെയധികം നല്ല സുഹൃത്തുക്കൾ ഉണ്ടാകുന്നതിനും സുഹൃത്തുക്കൾ മുഖാന്തരം സഹായങ്ങൾ ലഭിക്കുന്നതിനും സഹോദര സ്ഥാനീയരെ കൊണ്ട് സഹായം ലഭിക്കുന്നതിനും തിരിച്ചങ്ങോട്ട് സുഹൃത്തുക്കൾക്ക് സഹായം ചെയ്യുന്നതിനും ഒക്കെ നല്ല അവസരങ്ങൾ വന്നിട്ട് ബന്ധുക്കളെയൊക്കെ സഹായിക്കുവാനും സ്നേഹിക്കുവാനും ഒക്കെയുള്ള ഒരു നല്ല ഒരു മാസമാണ്. മംഗളകാര്യങ്ങളിൽ പങ്കെടുക്കുവാനും പുണ്യസ്ഥലങ്ങൾ സന്ദർശിക്കുവാനും ഉല്ലാസയാത്ര പോകുവാനും ഒക്കെ യോഗമുണ്ട്. പ്രത്യേകിച്ച് വീട്ടമ്മമാരായിരിക്കുന്നവർക്ക് പുതുമയുള്ള വസ്ത്രങ്ങളോ ആഭരണങ്ങളോ ഒക്കെ സമ്മാനമായിട്ട് ലഭിക്കുന്നതിനും യോഗമുണ്ട്. ഗൃഹത്തെ സൂചിപ്പിക്കുന്ന 4-ാം ഭാവത്തിന്റെ അധിപൻ 9-ാം ഇടത്ത് ഭാഗ്യസ്ഥാനത്ത് ഉച്ചനായിട്ട് നിൽക്കുന്ന ഈ സമയം ഉള്ള ഗൃഹം ഒന്ന് പുതുക്കി പണിയുകയോ അതല്ല പുതിയ ഒരു ഗൃഹം വാങ്ങണമെന്ന് ആഗ്രഹിക്കുന്നവർക്ക് അതിനുള്ള ധനം ഒത്തുവരുന്നതിനുമൊക്കെ യോഗമുണ്ട്. അതായത് അപ്രതീക്ഷിതമായ ഒരു ധന ആഗമന യോഗം ഉണ്ടാകുന്ന നല്ല ഒരു ഐശ്വര്യസമ്പൂർണമായ മാസമാണ് ഏപ്രിൽ മാസം. കർക്കിടകം രാശിക്കാരായിരിക്കുന്ന പുണരത്തിന്റെ 4-ാം പാദവും പൂയവും ആയില്യവും അടങ്ങുന്ന നക്ഷത്രക്കാർ. ദമ്പതികളായിട്ടുള്ളവർക്ക് ഏതെങ്കിലും തരത്തിൽ ദാമ്പത്യ ജീവിതത്തിൽ അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ ഉള്ളവരാണ് എങ്കിൽ പോലും അതൊക്കെ മാറി നല്ല ഒരു ഐശ്വര്യപൂർണമായ ഒരു കുടുംബജീവിതം വന്നു ചേരുന്ന സമയം. ഏജ് ഓവറായിട്ട് നിൽക്കുന്നവർക്കായാലും വിവാഹ തടസ്സം മാറുകയാണ്. പ്രത്യേകിച്ച് സ്ത്രീകളായിട്ടുള്ളവർക്ക്, ഈ രാശിക്കാരായിരിക്കുന്നവർക്ക് 2.5 കൊല്ലമായിട്ട് വിവാഹ തടസ്സം നല്ലതുപോലെ ഉണ്ടായിരുന്നു. അഷ്ടമഭാവത്തിൽ അതായത് മംഗല്യഭാവത്തിൽ ഗോചരാൽ ശനി സഞ്ചരിക്കുന്ന സമയമായിരുന്നല്ലോ കടന്നുപോയത്. ഇപ്പോൾ അതൊക്കെ മാറി സപ്തമഭാവത്തിന്റെ അധിപനായിരിക്കുന്ന ശനി ഭാഗ്യസ്ഥാനത്തേക്ക് മാറിയിരിക്കുന്നതിനാൽ കുടുംബജീവിതം സന്തോഷപ്രദമാവുകയും മനസ്സിനിണങ്ങിയ രീതിയിൽ പാരമ്പര്യ വിധി അനുസരിച്ച് ഒരു വിവാഹം വന്ന് വാക്കായി സന്തോഷപൂർവ്വം നടത്തുന്നതിനും സമ്പൽ സമൃദ്ധമായ കുടുംബജീവിതം നയിക്കുന്നതിനും യോഗം. വിദ്യാർത്ഥികളായിരിക്കുന്നവർക്ക് വിദ്യാ വിജയങ്ങൾ വന്നിച്ച് അതുപോലെ ടെസ്റ്റുകൾ പാസ്സാകുന്നതിനും ഒക്കെ യോഗമുണ്ട്. ദീർഘകാലമായിട്ട് ഒരു സന്താന ഭാഗ്യത്തിനായിട്ട് ആഗ്രഹിക്കുന്നവർക്ക് ഒരു സന്താന ഭാഗ്യം ഉണ്ടാകുന്നതിന് യോഗമുള്ള സമയങ്ങളാണ് മുന്നോട്ട് ഇനി വരുന്നത്. ഉത്തമ സന്താന യോഗം. അതുപോലെ തന്നെ പ്രായമായ മാതാപിതാക്കൾക്ക് മക്കളൊക്കെ ദൂരദേശങ്ങളിലൊക്കെ കഴിഞ്ഞിരുന്നവർക്ക് ഒരുമിച്ച് കൂടുന്നതിനും
സന്തോഷകരമായ ദിനങ്ങൾ കടന്നു പോകുന്നതിനുമൊക്കെ ഈ മാസം യോഗമുണ്ട്. തൊഴിൽപരമായ പുരോഗതികൾ വന്നിച്ച്, അതായത് ധനസ്ഥാനത്തിന്റെ അധിപനായിരിക്കുന്ന ആദിത്യഗ്രഹം കർക്കടകൻ രാശിക്ക് 2ാം ഭാവാധിപനാണ് ആദിത്യൻ. ആ ആദിത്യൻ ധനസ്ഥാനത്തിന്റെ അധിപനാണ്. അത് തൻ്റെ ഉച്ചക്ഷേത്രത്തിൽ നിൽക്കും. ഉച്ചക്ഷേത്രം അത് തൊഴിൽ സ്ഥാനമാണ്. അപ്പോൾ ഏറ്റവും കൂടിയ ഒരു ധന ആഗമന യോഗം അത് തൊഴിലുമായി ബന്ധപ്പെട്ടോ അല്ലാതെയോ ആകാം. കുടുംബപരമായ സമ്പത്ത്, ജീവിത പങ്കാളിയുടെ കുടുംബവുമായിട്ടുള്ള സമ്പത്ത് വന്നു ചേരുക, സ്വന്തം കുടുംബവുമായി ബന്ധപ്പെട്ട സമ്പത്ത് വന്നു ചേരുക, അങ്ങനെയൊക്കെ നോക്കുമ്പോൾ ആദിത്യന്റെ ഉച്ച അവസ്ഥ വളരെ ഐശ്വര്യസമ്പൂർണമാണ്. ഇപ്പോൾ ടെമ്പററി ആയിട്ടൊക്കെ ജോലി ചെയ്യുന്നവർക്ക് ആ ജോലി സ്ഥിരപ്പെടുന്നതിന് യോഗമുണ്ട്. പഠിച്ചിറങ്ങിയ വിദ്യാർത്ഥികൾക്കും പഠിച്ചിറങ്ങിയിട്ട് ദീർഘകാലമായിട്ട് ഒരു ജോലി ഇല്ലാത്തവർക്കും അപേക്ഷകൾ കൊടുത്തിട്ട് ജോലി കിട്ടാതെ ഇരിക്കുന്നവർക്ക് അധികാരത്തോടു കൂടിയ ഒരു ജോലി വന്നു ചേരുവാൻ ഏപ്രിൽ മാസത്തിൽ യോഗമുണ്ട്. അതായത് അധികാരത്തിന്റെ കൂടി ഗ്രഹമാണ് ആദിത്യൻ. അത് ഏറ്റവും ബലവാനായിട്ട് തൊഴിൽ സ്ഥാനത്ത് വന്നിരിക്കുന്നു കർക്കിടകം രാശിക്കാർക്ക്. അത് തൊഴിൽ മേന്മയെ തരും, അതിന് സംശയമില്ല. അവരവരുടെ ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ജോലിയിൽ സംതൃപ്തരല്ലാത്തവർ പുതിയ ജോലിക്കായിട്ട് ശ്രമിക്കുന്നവർക്കും ഒക്കെ അത് സാധിക്കുന്ന ഒരു സമയമാണ്. ധനപരമായിട്ട് തൊഴിൽ സ്ഥലത്ത് സാമ്പത്തിക പുരോഗതി വന്നിച്ച്. അതുപോലെ തന്നെയാണ് വിദേശത്ത് പോകണമെന്ന് ആഗ്രഹിക്കുന്നവർക്കും വിദേശത്തായിരിക്കുന്നവർക്കും ഐശ്വര്യപൂർണമായ കാലം. ജലഗ്രഹങ്ങളായിരിക്കുന്ന പ്രത്യേകിച്ച് ശുക്രന്റെയും ജലരാശി അധിപനായിരിക്കുന്ന വ്യാഴത്തിന്റെയും അതുപോലെ ചൊവ്വായുടെയും ചന്ദ്രന്റെയും ഒക്കെ സ്ഥിതി വെച്ച് നോക്കുമ്പോൾ തൊഴിലുമായിട്ട് സ്വന്തം നാട് വിട്ടു പോകുന്നതിനും അത് മുഖാന്തരം തൊഴിൽ പുരോഗതികൾ വന്നു ചേരുന്നതിനും യോഗമുണ്ട്. അതിനായിട്ട് ശ്രമിക്കുക, വിജയങ്ങൾ വന്നു ചേരുക തന്നെ ചെയ്യും. പ്രധാനമായിട്ട് കാർഷിക രംഗത്ത് ജോലി ചെയ്യുന്നവരായാലും മറ്റ് വാഹന സംബന്ധമായ കാര്യങ്ങൾ ജോലികളൊക്കെ ചെയ്യുന്നവരായാലും ഗവൺമെന്റ് ജോലികൾ ചെയ്യുന്ന മറ്റ് സെക്രട്ടേറിയറ്റിലായാലും ജില്ലാ കോഡ് ആയാലും പഞ്ചായത്ത് അടിസ്ഥാനത്തിലായാലും വില്ലേജ് അടിസ്ഥാനത്തിലൊക്കെ ആയാലും അധ്യാപകരൊക്കെ ആയാലും ഒക്കെ നല്ല ഒരു സുഗമവും സന്തോഷകരവുമായ മാസമാണ് വന്നു ചേരുക എല്ലാ തരത്തിലും. അതുപോലെ തന്നെ വാർത്താ വിതരണ പ്രക്ഷേപണ വിഭാഗവുമായി ബന്ധപ്പെട്ട ജോലികൾ ചെയ്യുന്നവരും കലാകാരന്മാരായിരിക്കുന്നവർക്കും ഒക്കെ അഭിവൃദ്ധിയുടെ കാലമാണ്. ഒരു വാഹനം വന്നു ചേരുവാൻ യോഗമുള്ള സമയം. അത് മെഡിക്കൽ രംഗത്ത് ജോലി ചെയ്യുന്നവർക്കും IT മേഖലകളിൽ ജോലി ചെയ്യുന്നവർക്കും ഒക്കെ ബാധകമാണ്. ഏറ്റവും പ്രധാനമായിട്ട് ദുർഗാദേവി ക്ഷേത്ര ദർശനം നടത്തി പ്രാർത്ഥിക്കുന്നതും മഹാദേവന് ജലധാര പോലെയുള്ള വഴിപാടുകൾ ചെയ്യുന്നതും ഒക്കെ വളരെ ഐശ്വര്യ സമ്പൂർണവും സമ്പൽ സമൃദ്ധവുമായിരിക്കും. ഞാൻ ഹരികുമാർ, ദേവി ജ്യോതിഷാലയം, കാവുംപടി, മണർകാട്, കോട്ടയം. ഈ ചാനൽ പേരും നക്ഷത്രവും ചേർത്ത് കമന്റ് ചെയ്യുകയും സബ്സ്ക്രൈബ് ചെയ്യുന്നവർക്കും വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കുന്ന. കൂടാതെ ജ്യോതിഷ കാര്യങ്ങൾക്ക് നേരിട്ട് വരികയോ ഫോൺ വിളിച്ച് ചോദിക്കുന്നതിനും അവസരമുണ്ടായിരിക്കുന്ന. ഏത് കാര്യങ്ങളായാലും, തൊഴിൽ കാര്യങ്ങളായാലും മറ്റ് ശത്രുദോഷമായാലും സാമ്പത്തിക ക്ലേശമായാലും ഒക്കെ നോക്കുവാൻ അവസരമുണ്ടായിരിക്കും. എല്ലാവർക്കും സമ്പൽ സമൃദ്ധവും ഐശ്വര്യപൂർണവുമായ ഒരു വിഷു ആശംസ.